MG മിഥുനുണ്ട്. മിഥുൻ, ഇപ്പോൾ ഡോക്ടർ PJ വിൻസെൻറ്റും ഡോക്ടർ സനന്തുമൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത് പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ. അമേരിക്കയുടെ അറിവില്ലാതെ ഇത് നടക്കില്ല. രണ്ടാമത്തെ കാര്യം, ഖത്തറും ഇക്കാര്യത്തിൽ അറിവുണ്ടായിരുന്നു. മൂന്നാമത്തെ കാര്യം, ഈ ചർച്ചകൾക്ക് തുരങ്കം വയ്ക്കുക, അല്ലെങ്കിൽ ഈ ചർച്ചകൾക്ക് ഒരു തടയിടുക, സമാധാന ചർച്ചകൾക്ക് തടയിടുക എന്ന ലക്ഷ്യം. എങ്ങനെയാണ് ലോകരാജ്യങ്ങൾ ഈ സംഭവങ്ങളെ നോക്കിക്കാണുന്നത്? ഈ ആക്രമണം നടന്ന വേദി, ആക്രമണം നടന്ന സ്ഥലം, അങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ശ്രീജ, തീർച്ചയായും അതൊരു പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. കാരണം ഈ ഒരു യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, അതായത് തുടക്കം മുതലേ അവർ പറയുന്നത് ഈ ഹമാസിന്റെ അവസാന നേതാവിനെയും കൊലപ്പെടുത്തിയ ശേഷം മാത്രമേ തങ്ങൾ ഈ നടപടിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകൂ. അതല്ല എങ്കിൽ മറിച്ച് ഹമാസ് ഈ ഒരു ആയുധം താഴെ വെച്ചതിന് ശേഷം അവർ നിരുപാധികം കീഴടങ്ങുക, അങ്ങനെയെങ്കിൽ ഗാസയിൽ നിന്ന് പിന്നോട്ട് പോകാം, ഈ യുദ്ധം അവസാനിപ്പിക്കാം എന്നുള്ള നിലപാടിലാണ് ഈ നേതൃത്വം ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് തന്നെയാണ്. അതിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഖത്തറിൻ്റെ ഒരു ഇടപെടൽ. ഖത്തർ തന്നെയാണ് ഈ മധ്യസ്ഥ ചർച്ചകൾക്ക് എപ്പോഴും കോപ്പുകൂട്ടുന്നത്. പ്രത്യേകിച്ച് ഫ്രാൻസിൻ്റെ ഒക്കെ ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു. അതിലൊക്കെ ഈ ഖത്തറിന് പുറമെ ഈജിപ്റ്റ്, ഒപ്പം തന്നെ ഒമാൻ അടക്കമുള്ള രാജ്യങ്ങളുമൊക്കെ ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് ചുക്കാൻ പിടിക്കുന്ന രാജ്യങ്ങളാണ്. പക്ഷേ ഖത്തറാണ് ഇതൊരു മീഡിയേറ്ററായി പ്രധാനമായും എപ്പോഴും നിലകൊള്ളുകയും ചെയ്തിട്ടുള്ള ഒരു രാജ്യം. അതുകൊണ്ട് തന്നെ ഈ ഇടപെടൽ അവസാനിപ്പിക്കുക എന്നുള്ളത് പ്രത്യേകിച്ച് ഇസ്രായേലിൻ്റെ ഒരു ആവശ്യമായി നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. കാരണം അങ്ങനെ ഒരു മധ്യസ്ഥ ചർച്ചയിലേക്ക് വന്നാൽ സ്വാഭാവികമായും വെടിനിർത്തൽ കരാറിലേക്ക് പോകേണ്ടി വരും. അങ്ങനെയെങ്കിൽ തങ്ങൾ ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണോ ഇത്രയും നാൾ പൊരുതിയത്, അല്ലെങ്കിൽ ഇത്രയും നാൾ ആക്രമണം നടത്തി ഇത്രയും അധികം പേരെ കൊലപ്പെടുത്തിയത് എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയും ചെയ്യും. അങ്ങനെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലടക്കം അത് ബെഞ്ചമിൻ നെതന്യാഹുവിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലേക്ക് പോകും. അവിടെ വിജയിച്ചു കയറാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്യും. ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു നീക്കം ഈ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. ഇതിലൂടെ 2 ലക്ഷ്യങ്ങളാണ് അവർ വെച്ചു പുലർത്തുന്നത്. ഒന്ന്, ഈ മധ്യസ്ഥ ചർച്ചകൾ അവസാനിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. മറ്റൊന്ന്, വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു കയറാം. ഒപ്പം തന്നെ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ ഗാസയിൽ മേലുള്ള ആധിപത്യം, ഒപ്പം തന്നെ ഹമാസിനെ ഉന്മൂലനം ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. ഒപ്പം തന്നെ തങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള രാജ്യം മധ്യസ്ഥ ചർച്ചകൾക്ക് വേദിയൊരുക്കാൻ തയ്യാറാക്കി വരുമ്പോൾ അവരുടെ പ്രത്യേകിച്ച് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈജിപ്തിലെ റഫ ക്രോസിങ്ങിലൂടെയുള്ള സഹായം, ഗാസ കവാടം, ആ ഗാസ കവാടത്തിലൂടെ അകത്തേക്ക് പ്രവേശിക്കാൻ, ഒപ്പം തന്നെ 20% സ്ഥലങ്ങൾ കൂടി മാത്രമേ ഇനി ഇസ്രായേൽ കൈവശപ്പെടുത്താനുള്ളൂ. ഗാസയിലെ 80% പ്രദേശങ്ങളും പൂർണ്ണമായും ഇത്തരത്തിൽ ഇസ്രായേൽ സൈന്യത്തിൻ്റെ അധീനതയിലാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം അവർ ചില മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. അവിടുത്തെ ജനങ്ങൾ ഒഴിഞ്ഞു പോകണം. അതൊരു ശക്തമായ താക്കീത് അല്ലെങ്കിൽ ശക്തമായ ഒരു ഭീഷണി മുഴക്കുന്ന തരത്തിലുള്ള മുന്നറിയിപ്പായി കൂടി കണക്കാക്കിയിട്ടുണ്ട്. കാരണം അവിടെ ഇനി നടക്കാൻ പോകുന്നത് എന്താണ് എന്ന് കണ്ടറിഞ്ഞോളൂ എന്നുള്ള രീതിയിലുള്ള പരാമർശമായിരുന്നു ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും വലിയൊരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഇന്നലെ രാത്രിയിലും സമാനമായ രീതിയിലുള്ള ആക്രമണം ആ മേഖലയിലൊക്കെ ഉണ്ടായിരുന്നു. 40-ലധികം പേർ കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. നിരവധി കെട്ടിടങ്ങൾ തകരുകയും കുട്ടികളടക്കമുള്ളവർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷം. അതിൽ ഡെറ്റോള് 64,000-ന് മുകളിലേക്ക് എത്തി എന്നുള്ള അതിസങ്കീർണമായിട്ടുള്ള അതീവ ദുഃഖകരമായിട്ടുള്ള സ്ഥിതിവിശേഷത്തിലൂടെ കൂടിയാണ് കാര്യങ്ങൾ കടന്നു പോവുകയും ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ചില കാര്യങ്ങൾ കൂടി നമ്മൾ ചൂണ്ടിക്കാണിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈജിപ്റ്റ് വന്നാൽ എങ്ങനെയാണ് ഇത് ഇസ്രായേലിന് സഹായമാകുന്നു എന്നുള്ളത് കാണിക്കാം. പ്രത്യേകിച്ച് US-ഉമായും ഇസ്രായേലുമായും ബന്ധം പുലർത്തുന്ന രാജ്യമാണ്. അത് നയതന്ത്ര തലത്തിലാകട്ടെ അല്ലെങ്കിൽ പ്രതിരോധ തലത്തിലാകട്ടെ വ്യാപാരത്തിലുമൊക്കെ കൃത്യമായ രീതിയിൽ ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഈജിപ്റ്റ്. ഒപ്പം തന്നെ പൊളിറ്റിക്കൽ ഇസ്ലാമിനോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുന്ന രാജ്യം കൂടിയാണ്. അതായത് ഖത്തറാകട്ടെ ഈ US-നോടും ഒപ്പം തന്നെ ഇസ്രായേലിനോടും എന്ത് സമീപനമാണോ വെച്ച് പുലർത്തുന്നത് അതേ രീതിയിൽ തന്നെയാണ് മറ്റ് രാജ്യങ്ങളോടും അവർക്കുള്ള സമീപനം. പ്രത്യേകിച്ച് ഇറാനോട് ഉള്ളത്. ഇറാനോട് US-നും ഒപ്പം തന്നെ ഇസ്രായേലിനുമുള്ള ആ വൈര്യം നമുക്കറിയാം. കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ് പശ്ചിമേഷ്യ അതിസങ്കീർണമായ സ്ഥിതിവിശേഷത്തിലൂടെ കടന്നുപോയൊരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. യുദ്ധസമാനമായ ഭീതി സൃഷ്ടിച്ച കുറച്ച് നാളുകളുണ്ടായിരുന്നു. ആ രാജ്യത്തോട് ഈ പ്രകൃതിവാദവുമായി ബന്ധപ്പെട്ടുള്ള ഇടനാഴി അത് ഖത്തറും ഒപ്പം തന്നെ ഇറാനും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഈജിപ്റ്റ് എന്നുള്ളത് തന്നെയാണ്. ഈജിപ്തിൻ്റെ നയതന്ത്ര മാർഗം വ്യത്യസ്തമാണ് എന്നുള്ളതാണ് അതിലേറ്റവും പ്രധാനമായ കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ
ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ വിഷയത്തിൽ ലോകരാജ്യങ്ങൾ എതിർപ്പുമായി രംഗത്ത് വരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ അനന്തമായി ഈ ചർച്ചകൾ നീണ്ടുപോവുകയും ചെയ്തത്, പ്രത്യേകിച്ച് അറബ് രാഷ്ട്രങ്ങൾക്ക് മേൽ ഇസ്രായേൽ നിരന്തരം ഇങ്ങനെ ആക്രമണം നടത്തുന്ന ഒരു സാഹചര്യം, പ്രത്യേകിച്ച് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ തന്നെ അതിലൊന്ന് ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ ഇറാനായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഖത്തറിനെ കൂടി ഈ ഒരു ആക്രമണം നടത്താൻ ഇസ്രായേൽ മുതിർന്നുവെങ്കിൽ അത് മറ്റ് രാജ്യങ്ങളിലെ കൂടി, പ്രത്യേകിച്ച് സൗദി അറേബ്യ ഉള്ള രാജ്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ പിൽക്കാലത്ത് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന കാലത്ത് തങ്ങളെയും ആക്രമിക്കാൻ ഇസ്രായേൽ മുതിർന്നേക്കുമെന്നുള്ളൊരു സൂചന, അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കണമെന്നുള്ളൊരു വിമർശനമാണ് ഈ ലോകരാജ്യങ്ങളൊക്കെ പറയുകയും ചെയ്തത്. എന്തായാലും എല്ലാം ട്രംപ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് കൃത്യമായി നേരത്തെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു ഡൊണാൾഡ് ട്രംപിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. എന്താണ് നടത്താൻ പോകുന്നത്, ലക്ഷ്യം ആരെയാണ്, ഹമാസ് നേതാക്കളെ തന്നെയാണ് ലക്ഷ്യം വെച്ച് ഇങ്ങനെ ഒരു ആക്രമണം നടത്തുകയും ചെയ്ത് മറ്റ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് ഒന്നും തങ്ങൾ ലക്ഷ്യം വെച്ചില്ല എന്ന് പറയുമ്പോൾ പോലും തന്നെ ഇപ്പോൾ ഖത്തർ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പുകൾ വരുന്നു. അവരുടെ അന്വേഷണം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. അതിൽ 6 പേർ കൊല്ലപ്പെട്ടതായിട്ടുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നു. നിരവധി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഈ 6 പേരിൽ ഒന്ന് അവരുടെ ഖത്തറിലെ ആഭ്യന്തര സുരക്ഷാ ഏജൻസിയിലെ ഉദ്യോഗസ്ഥരാണ് എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. മറ്റു 5 പേരും ഹമാസിൽ നിന്നുള്ളവരും ആണെന്നുള്ളതാണ്. അതിൽ 6 പേർ കൊല്ലപ്പെട്ടു. ഖലീൽ അൽ ഹയ്യയുടെ മകൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഹമാസും ഇപ്പോൾ സ്വീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ ഈ രക്തച്ചൊരിച്ചിൽ അത് അനന്തമായി നീളാനുള്ളൊരു സാഹചര്യമാണ് ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. അത് ഇസ്രായേലും ആഗ്രഹിച്ചത് തന്നെയാണ്. ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് നമുക്കറിയേണ്ടിയിരിക്കുന്നത്. ശരി, എം ജി മിഥുനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. പശ്ചിമേഷ്യയിൽ കാര്യങ്ങൾ മാറി മറയുമോ? സമാധാന ശ്രമങ്ങളിൽ നിന്ന്, സമാധാനത്തിന് മുൻകൈ എടുക്കുന്ന ശ്രമങ്ങളിൽ നിന്ന് ഖത്തർ പിറകോട്ട് പോകുമോ? ഖത്തറിൻ്റെ അറിവോടെയാണോ ഈ ആക്രമണം നടന്നിട്ടുള്ളത്? അങ്ങനെയെങ്കിൽ ഖത്തറിൻ്റെ ലക്ഷ്യം എന്താണ്? ഇങ്ങനെ പല ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അതിനുള്ള ഉത്തരങ്ങൾ ഒരു പക്ഷേ വരും ദിവസങ്ങളിലാവും വ്യക്തമാവുക.